ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അടുത്ത ആഴ്ച ഫുള്ളും പ്രകാശിന്റെ പശ്ചാത്താപത്തിന്റെ ദിവസങ്ങളാണ് കേട്ടോ. പ്രകാശ് ആണെങ്കിൽ അവസാനമായിട്ട് തന്റെ മോനെ ഒന്ന് കാണാൻ ജയിലിലേക്ക് പോവാണ്. ഇനി ഒരിക്കലും തനിക്ക് ഇങ്ങനത്തെ ഒരു മോനില്ല എന്നെ വിചാരിച്ചിട്ടാണ് പ്രകാശൻ ജയിലിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് പ്രകാശൻ ഞെട്ടിച്ചുകൊണ്ടാണ് വിക്രം സംസാരിക്കുന്നത്. എടോ, താൻ വന്നത് വരെ സന്തോഷ വാർത്ത കേൾപ്പിക്കാനാണോ? തന്റെ പെമ്മക്കളുടെ ആടെയും തലി പൊട്ടിച്ചോടോ? തനിക്ക് ഒരു കാലിൽ ആവതില്ലാതുള്ളൂ, മറ്റേ കാലിൽ അവരെ നെഞ്ചി കൂടെ ചവിട്ടി പൊട്ടിക്കാൻ പാടില്ലേ എന്നൊക്കെ എന്നെ ചോദിക്കാട്ടോ. ഇതൊക്കെ പ്രകാശിനെ ദേഷ്യം വരാം. മോനെ, ഞാൻ അതൊക്കെ വിട്ടു, നിന്നിട്ട് എത്ര വർഷം പറഞ്ഞു എന്ന് പറയുമ്പോ പിന്നെ താനെന്തിനാ എന്നെ കാണാൻ വന്നത്? ഒരു ഉപയോഗമില്ലാത്ത ആൾക്കാരെ കാണേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയാണ്. ഇപ്പൊ നിനക്ക് അങ്ങനെയൊക്കെയാണല്ലേ? നീ പറഞ്ഞ ശരിയാടാ. നമുക്കൊരു ഉപയോഗമില്ലാത്ത ആൾക്കാരെ നമ്മൾ കാണാതിരിക്കണേ നല്ലത്, അവരെ അടുത്ത് കൂടാതിരിക്കണേ നല്ലത്. ശരിയടാ മോനെ, ഇനി നിന്നെ കാണാൻ വേണ്ടി ഈ അച്ഛൻ വരില്ല. എന്താടോ, താൻ ചാവാൻ പോവാണോ? ചത്താലും നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോടാ. ഇല്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ താൻ ചാവണ മുമ്പ് എനിക്കെന്തൊരു ഉപകാരം ഉണ്ടാക്കിയിട്ട് ചാവണതാ നല്ലതെന്ന് പറയുമ്പോ, ഇല്ലടാ മോനെ, ഇനി എനിക്ക് 4 മക്കളല്ല, 3 പെൺമക്കള് മാത്രമേ ഉള്ളൂ. നിന്നെ മനസ്സിൽ ഞാൻ കളഞ്ഞടാ എന്ന് പറയുമ്പോഴേക്കും വിക്രം പണ്ട്, താൻ എന്റെ മനസ്സിന്നോ എവിടെന്നോ കളഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. താനെന്ന് പറഞ്ഞ അച്ഛനെ ഞാൻ മുമ്പേ കളഞ്ഞതാടോ. പിന്നെ എന്റെ കാര്യസാധനത്തിന് വേണ്ടി ഞാൻ തന്നെ കൂടെ നിർത്തിയെന്നേ ഉള്ളൂ എന്ന് പറയാണ്. എന്താണ് നീ പറഞ്ഞത്? അതേടോ, ഞാൻ എന്റെ അച്ഛനെന്ന് പറഞ്ഞ എനിക്ക് ചെറുപ്പത്തിലേ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് പൈസക്കും പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടിയാ തന്നെ ഞാൻ കൂടെ കൂട്ടിയത്. പിന്നെ എന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടി നിൽക്കുമായിരുന്നല്ലോ താൻ. അതിനെ വേണ്ടിട്ട്, അല്ലാതെ തന്നെ ആർക്കാടെ ആവശ്യം? താൻ പോടോ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശിന് ആകെ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. പ്രകാശിന്റെ മനസ്സിലപ്പോ തെളിയുന്ന മുഖം എന്ന് പറഞ്ഞാൽ കല്യാണിയുടെ മുഖം മാത്രാണ്. കല്യാണിയുടെയും കാർത്തികയുടെയും കാദംബരിയുടെ മുഖമൊക്കെ മാറി മാറി വരും കേട്ടോ. കൂടുതലും കല്യാണിനെ കാർത്തികയാണ് ആലോചിക്കണം, കാരണം അവരെയാണല്ലോ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. അങ്ങനെ പ്രകാശം നേരെ പോണത് ബാലണ്ണന്റെ അടുത്തേക്കാണ്. കാരണം ഇന്നലത്തെ എപ്പിസോഡില് കല്യാണിയില്ലേ, നമ്മുടെ കാർത്തിക പറഞ്ഞായിരുന്നല്ലോ ബാലേട്ടനെ നല്ലൊരു ജോലി കൊടുത്തിട്ട്, ഡ്രൈവറായിട്ട് ജോലി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ബാലേട്ടനെ ജസ്റ്റ് ഒന്ന് കാണാൻ പോകാൻ, കാരണം നാളെ മുതൽ കാർത്തിക ഡ്രൈവർ ആവാൻ പോവല്ലേ. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ബാലേട്ടനെ കാണാൻ വേണ്ടി പ്രകാശനം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോഴേക്ക് ബാലേട്ടൻ കുറെയൊക്കെ വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒതുക്കി വർക്ക്ഷോപ്പ് നിർത്തലാക്കുന്ന സെറ്റപ്പ് ആക്കി. ആ പ്രകാശ, നീയോ? നീ എന്താടാ ഇവിടെ? വർക്ക്ഷോപ്പിൽ ജോലിയൊന്നും ഇല്ലട്ടോ, ഞാൻ വർക്ക്ഷോപ്പിന്റെ പണിയൊക്കെ നിർത്തി. അറിഞ്ഞു, നീ നാളെ മുതൽ കാർത്തികയുടെ ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്യാൻ പോണല്ലേ? ഓ, ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? കാർത്തികയും അവളുടെ അമ്മയും കൂടി ഇന്നലെ അമ്പലത്തിൽ തൊഴാൻ വന്നിരുന്നു. അവര് പറഞ്ഞു. ഓ, എന്തായാലും എനിക്ക് നിന്റെ ജീവിതം രക്ഷപ്പെടാ. നിന്റെ പെമ്മക്കള് കാരണം നിനക്ക് അവിടെ മേന്മ അറിയാൻ പറ്റില്ല, പക്ഷെ എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്നെ സഹായിക്കുന്നുണ്ട്. കല്യാണാണെങ്കിലേ എപ്പൊ എന്നെ കണ്ടാലും കുറച്ച് പൈസ കൈ വെച്ച് തരും. ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന അവളാണ് നോക്കണത്. എനിക്കും എന്റെ ഭാര്യക്കും അവള് ദൈവത്തെ പോലെയാണ്. എടാ, സത്യം പറ്റടാ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞത് കല്യാണം ജനിച്ച ആ ഒരു സമയമായിരുന്നു. പക്ഷെ നിനക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നീ വിക്രത്തിന്റെ തലയിൽ എടുത്തോണ്ട് നടന്നു. അന്ന് തുടങ്ങിയ നിന്റെ ജീവിതത്തിലെ കഷ്ടകാലം. ഇപ്പൊ നീ എവിടെ എത്തി നിക്കണേ നോക്ക്. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നീ നടക്കുന്നത് എങ്ങനെയാ നോക്ക്. എന്തായാലും എനിക്കിനി ഒന്നും പറയാനില്ല പ്രകാശ, പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുമ്പോ പ്രകാശം പറയണ്ടേ, ബാലണ്ണ, ഞാൻ പഴയ ആളല്ല. ഓ, ഇതൊക്കെ നീ എപ്പോഴും പറയാറുള്ളതാണ് നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിട്ട്. നീ പഴയ ആളല്ല, നിന്റെ സ്വഭാവം മാറി എന്നൊക്കെ നീ പറയും. എന്നിട്ട് അവസരം കിട്ടുമ്പോ പാത്തും പമ്മി നിന്നിട്ട് കല്യാണി മോളെയും കിരൺ മോനെയും കാർത്തിക മോളെയൊക്കെ ഇല്ലാതാക്കാൻ നോക്കും. അതിൽ നിന്റെ ഉദ്ദേശം? ഇല്ല ബാലണ്ണ, അതുപോലെയൊന്നും അല്ല. എനിക്കിപ്പോ ശരിക്കും മനസ്സ് മാറ്റമുണ്ട്. എന്നിട്ട് ഞാൻ ആരുടെ അടുത്ത് പോകുന്നുണ്ട്, കൈ നീട്ടൊന്നുമില്ല. എന്റെ മനസ്സിലിപ്പോ കല്യാണി മാത്രമേ ഉള്ളൂ. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും അവളുടെ മുഖം മാത്രം. 10-25 വർഷം ഞാൻ എത്രമാത്രം അവളെ ദ്രോഹിച്ചു. ശരിക്കും പറഞ്ഞാൽ അവള് ജീവിക്കല്ലായിരുന്നു. 25 വർഷം അവള് മരിച്ചു ജീവിക്കായിരുന്നു. അവളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ട് തന്നെ വളർത്തിയത് അവളെ. അത് മാത്രല്ല, അവൾക്ക് ഭക്ഷണം വയറ് നിറച്ച് ഒരു നേരം പോലും കൊടുത്തിട്ടുമില്ല. ഞാൻ കാണാതെ നിങ്ങൾ അന്നൊക്കെ അവൾക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോ ഞാൻ നിങ്ങളെ വഴക്ക് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ബാലണ്ണ, അവൾ എത്ര മാത്രം നിങ്ങളെ സ്നേഹിക്കാൻ കാരണം എന്താന്ന്. അവൾക്കൊന്നും കിട്ടാത്ത ഒരു ഇതായിരുന്നു ഞാൻ അവൾക്ക് കൊടുത്തിരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ മിഠായി അവളൊരു മിഠായി കൊണ്ട് നിങ്ങളെ ദൈവത്തെ പോലെയായിരുന്നു അവൾ കാണുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാ അവൾ നിങ്ങളെ ഇപ്പൊ ഇത്ര മാത്രം സഹായിക്കണത്. ശരിയല്ലാരും പറഞ്ഞത് കല്യാണി വലിയ മനസ്സിന്റെ ഉടമയാണ്. എന്റെ മോളാന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ ഒരിക്കലും എന്റെ പെമ്മക്കളോ ഭാര്യയോ എന്നെ ഇനി ഒരിക്കലും അംഗീകരിക്കില്ല. പക്ഷെ ഞാൻ അവൾക്ക് വേണ്ട ഇനി ജീവിക്കാൻ പോണത്. ഇനി പ്രകാശൻ പഴയ പ്രകാശനല്ല, പശ്ചാത്താപത്തിൽ എരിയുന്ന പ്രകാശനാണ്. ഞാനിപ്പോ ആലട്ടനോട് വന്നത് അവളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. എന്തിനാണ് നിനക്ക് കല്യാണി മോളുടെ ഫോട്ടോ? അത് എനിക്ക് ഇടക്ക് കാണാനായിട്ടാണ്. അതെനിക്ക് ഇടക്ക് കാണാനായിട്ടാണ് എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ ബാലേട്ടന്റെ കയ്യിൽ ചെറിയൊരു കല്യാണിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രകാശിനെ കൊടുക്കാണ്.
പ്രകാശൻ ആ ഫോട്ടോ വലത് കൈ വെച്ച് വാങ്ങിച്ചിട്ട് കുറെ നേരം കല്യാണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ പ്രകാശൻ ഇങ്ങനെ ആലോചിക്കായിട്ട് മുമ്പ് കല്യാണിനെ കഷ്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. തൊഴുത്തിൽ കിടത്തിയതും പ്രകാശൻ വരുന്ന സമയത്ത് എങ്ങാനും മുമ്പിലെങ്ങാനും ഉണ്ടെങ്കിൽ അവളോട് മാറി നിൽക്കണമെന്ന് പറഞ്ഞതോ ആട്ടിപ്പായച്ചത്. അത് 2 വയസ്സ് മുതൽ തുടങ്ങിയതാണ് കല്യാണിന്റെ കഷ്ടപ്പാട്. കല്യാണിക്ക് വീട്ടിൽ കയറാൻ പോലും അനുവാദമില്ലായിരുന്നു. തൊഴുത്തിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അവൾക്ക് ഒരു നല്ല ഭക്ഷണം പോലും താൻ കൊടുക്കുന്നത്, ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു. കാദംബരിയുടെ കീറിയ ഡ്രസ്സ് മാത്രം അവൾ ഇടുന്നുണ്ടായിരുന്നത്. അത് മാത്രല്ല, രാജപ്പൻ എന്ന് പറഞ്ഞ തന്നെക്കാളും പ്രായമുള്ള ഒരുത്തനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ നോക്കി 18 വയസ്സായപ്പോ. എന്തുമാത്രം ക്രൂരതകളാ എന്ന കാഴ്ച പ്രകാശൻ ആകെ വിഷമിച്ച് കരയുവാട്ടോ. പിന്നീട് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് കല്യാണിക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടും അതുപോലെ ഭജന ഇരിക്കലൊക്കെയാണ് പ്രകാശൻ. അങ്ങനെ പ്രകാശന് കുറച്ച് മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ എവിടെ ഒരു ചെറിയൊരു ലോട്ടറി കടയൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ആ പൈസ കൊണ്ട് പ്രകാശൻ ആദ്യം വാങ്ങിക്കുന്നത് കല്യാണിക്ക് ഒരു സാരിയാണ്. അങ്ങനെ പ്രകാശൻ കടകളൊക്കെ നോക്കി ഒരു നല്ല സാരി കല്യാണിക്ക് വാങ്ങിക്കാട്ടോ. വലിയ വിലയൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു സാരിയാണ്. അങ്ങനെ ആ സാരിയായിട്ട് പ്രകാശൻ കല്യാണിയുടെ കമ്പനിയിലേക്ക് പോവാണ്. കല്യാണിയും കേണു പ്രകാശനെ ആട്ടിപ്പായിക്കുന്നുണ്ടെങ്കിലും പ്രകാശൻ പറയണ്ട്, ഞാൻ ഈ സാരി തരാൻ വേണ്ടി വന്നതാണ്. നല്ല സമയത്ത് ഞാൻ നിനക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല, ഒരു മിഠായി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ചതാണ്, നീ ഇത് സ്വീകരിക്കണം എന്ന് പറയുമ്പോ കിരൺ ആ സാരി എടുത്തിട്ട് പ്രകാശിന്റെ മുഖത്തേക്ക് വലിച്ചെറിയാണ്. പ്രകാശൻ വിഷമത്തോട് കൂടി തന്നെ അവിടെ നിന്ന് പോവാണ്. പക്ഷെ പ്രകാശിന്റെ മാറ്റം കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോ കിരൺ പറയണ്ട്, കല്യാണി അയാളുടെ ഈ മാറ്റം കണ്ട് നീ വിശ്വസിക്കരുത്, അയാൾ ലോക കള്ളനാണ്, നീ വേറെ ആരെ വേണമെങ്കിലും വിശ്വസിച്ചോ, ഇയാളെ മാത്രം വിശ്വസിക്കരുത് എന്നൊക്കെ പറയണം. വീട്ടിലെത്തുമ്പോ ദീപയും പറയണത് ഇത് തന്നെ, മോളെ ദേ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളുടെ മാറ്റം കണ്ട് നീ വിശ്വസിക്കല്ലേ കേട്ടോ, അയാള് ലോക കള്ളനാണ്. ദേ അയാളെ വിശ്വസിക്കുന്ന മോളെ നിന്നെ അയാൾ ചതിക്കും. ആ അമ്മുമ്മയും പറയുന്നത് ഇത് തന്നെ. ദേ മോളെ അവനെ പ്രസവിച്ച് ഞാനാണ് പറയണത്, അവൻ മാറിയിട്ടൊന്നുമില്ല, നീ അവനെ വിശ്വസിച്ച് കൂടെ നിർത്തരുത് മോളെ. നിന്റെ മനസ്സ് ഞങ്ങൾക്ക് അറിയാം, നീ ആരെങ്കിലും പശ്ചാത്താപം കാണിച്ച അപ്പ അവരുടെ കൂടെ പോകും, പൊയ്ക്കോ കുഴപ്പമില്ല, പക്ഷെ ഇവന്റെ പുറകെ നീ പോകരുത്, ഇവന്റെ മോന്റെ കൂടെ മാത്രം മോള് പോകരുത് എന്നൊക്കെ പറയണം. പക്ഷെ ഇവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കല്യാണിക്ക് മനസ്സിലായി പ്രകാശൻ എന്ന് പറഞ്ഞ തന്റെ അച്ഛൻ മാറിയെന്ന്. അതുകൊണ്ട് തന്നെ കല്യാണി പ്രകാശൻ ഒരു അമ്പലത്തിലാണല്ലോ ഇരിക്കണത്. ആ അമ്പലത്തിലേക്ക് ഇടക്കിടക്ക് കല്യാണി ഒറ്റക്ക് പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ, തന്നെ പ്രകാശൻ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കല്യാണി തന്നെ തന്റെ കണ്ണുകൊണ്ട് കാണുവാണ് പ്രകാശൻ പ്രാർത്ഥിക്കുന്നതും, കല്യാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വഴിപാട് കഴിക്കുന്നതും അതുപോലെ തന്നെ പുഷ്പാഞ്ജലി കഴിക്കുന്നതൊക്കെ കല്യാണി കണ്ണുകൊണ്ട് കാണുവാണ്. അങ്ങനെ കല്യാണിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പതുക്കെ കല്യാണി ആരും കാണാതെ തന്റെ അച്ഛനെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകുവാട്ടോ. കിരണും ദീപയും അമ്മമ്മയൊക്കെ ഇതിന് തടയിടുന്നുണ്ട്, വേണ്ട ഇങ്ങനെ ചെയ്യണ്ട, അയാളെ ഒരിക്കലും വിശ്വസിക്കരുത്. പക്ഷെ കല്യാണി അങ്ങനെയല്ല, പ്രകാശിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രകാശിന് സന്തോഷാവാണ്. അങ്ങനെ അച്ഛനും മോളും കൂടി കൂടുതൽ അടുക്കാണ്. പ്രകാശിന്റെ മാത്രം കല്യാണി ആവാണ് കല്യാണി. അത് മാത്രല്ല, ഇതുവരെ കല്യാണിന്റെ മോന്റെ മുഖം ശരിക്കൊന്നും കണ്ടിട്ട് പോലില്ല പ്രകാശ്. അങ്ങനെ കല്യാണി തന്റെ മോനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. കാരണം വേറെ ആരെയും കാണാനല്ല, തന്റെ അച്ഛനെ കാണാൻ. അങ്ങനെ പ്രകാശിന് സന്തോഷാവാണ്. ആരും കാണാതെ ആണെങ്കിലും അറിയാതെ ആണെങ്കിലും കല്യാണി തന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ എന്നുള്ള സന്തോഷം. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.